തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിയോട് തങ്ങളുടെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പ്രതി പറഞ്ഞത് എനിക്ക് എൻ്റെ ഭാര്യയുമായി അവസാനമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നായിരുന്നു. ഉത്തരം കേട്ട ജയിലർ ഞെട്ടിപ്പോയെങ്കിലും ഏതൊരു തൂക്കുശിക്ഷാ പ്രതിയുടെയും അവസാന ആഗ്രഹം ന്യായമാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടത്തിക്കൊടുക്കേണ്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിലനിൽക്കുന്ന കാര്യമാണ്. ഉടനെ തന്നെ ജയിലർ ജഡ്ജിനോട് കാര്യം പറയുന്നു. സമ്മതമറിയിച്ച ജഡ്ജ് ഉടനെ തന്നെ ഭാര്യയോട് കാര്യം പറയാൻ ആവശ്യപ്പെടുന്നു. ഭാര്യയോട് തൂക്കുശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തന്റെ ഭർത്താവിന്റെ അവസാന ആഗ്രഹം ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയും സമ്മതിക്കുന്നു. പക്ഷേ സുരക്ഷ മുൻനിർത്തി ഒരിക്കലും തന്നെ ഭാര്യയുടെ വീട്ടിലേക്ക് ഈ പ്രതിയെ അയക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയെ ജയിലിലേക്ക് കൊണ്ടുവരാൻ ജയിലറും ജഡ്ജും കൂടി തീരുമാനിക്കുന്നു. അന്ന് രാത്രി ജയിലിൽ താമസിക്കുവാനുള്ള സൗകര്യം അവർക്ക് രണ്ടുപേർക്കും ജയിൽ അധികൃതർ ഒരുക്കി നൽകുന്നു. ഒരുപക്ഷെ തൂക്കുശിക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ താൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും കുഴപ്പം ഒപ്പിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്ന ജയിലർ അന്ന് രാത്രി അവർക്ക് താമസിക്കാൻ നൽകിയ ജയിലിലെ മുറിയിൽ ഒരു വോയിസ് റെക്കോർഡറും കൂടി ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ആ റൂമിൽ നടക്കുന്ന ഓരോ ശബ്ദങ്ങളും മറ്റൊരു മുറിയിലിരുന്ന് ജയിൽ അധികൃതരും കേൾക്കുന്നുണ്ടായിരുന്നു. ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നും മാറി താമസിച്ചിരുന്ന ഭർത്താവ് സുഹൃത്തായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ജയിലിലാവുന്നു. അവിടെ വെച്ച് തൂക്കുശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് ഭാര്യ ഈ യുവാവിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യ യുവാവിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തന്നിരുന്നില്ലേ, എന്നിട്ടും എന്തിനാണ് നിങ്ങൾ ഞാനുള്ളപ്പോൾ മറ്റൊരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിന് ആഗ്രഹിച്ചതെന്ന്? അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ അവളെ കൊന്നതെന്ന്? പക്ഷേ നിറകണ്ണുകളോടെ അവൻ പറഞ്ഞ മറുപടി, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നും അന്ന് കൊല്ലപ്പെട്ട ആ പെൺകുട്ടി എൻ്റെ ഒപ്പം ജോലി ചെയ്ത സ്ത്രീ ആയിരുന്നുവെന്നും അവൾ എൻ്റെ അടുത്ത സുഹൃത്ത് മാത്രമായിരുന്നെന്നും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചിരുന്നതെന്നും അവൾ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം എൻ്റെ റൂമിലേക്ക് നൽകാൻ വേണ്ടി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ സുഹൃത്താണെന്നും എന്നോടും അവളോടും ദേഷ്യമുണ്ടായിരുന്ന ആ സുഹൃത്ത് അവളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ഞാൻ തിരിച്ചെത്തുമ്പോൾ മരണപ്പെട്ട ബോഡി മാത്രമേ ഞാൻ അവിടെ കണ്ടിരുന്നുള്ളൂ എന്നും അത് മരിച്ചിട്ടുണ്ടാവില്ല എന്ന രീതിയിൽ ഞാൻ അതിനെടുത്ത് എൻ്റെ മടിയിൽ വെച്ച് തട്ടി ഉണർത്താൻ ശ്രമിച്ചപ്പോൾ പോലീസ് എത്തുകയും എന്നെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ചെയ്തത്. പക്ഷേ തീർച്ചയാണ് എനിക്ക് ആ സുഹൃത്തിനെ തന്നെയാണ് സംശയമുള്ളത്. കാരണം ഞാൻ ഇത്ര ദിവസം ഇവിടെ ജയിലിലായിരുന്നിട്ട് ഒരിക്കൽ പോലും അവൻ എന്നെ കാണാൻ വന്നിട്ടില്ല. ആദ്യം തന്നെ ഞാൻ അവളോട് സംസാരിക്കുന്നതിലും എന്നോടും അവളോടും അവന് കാര്യമായ ദേഷ്യമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവൻ തന്നെയായിരിക്കും ഈ കൊലപാതകം ചെയ്തതെന്നും ആ പ്രതി നിറകണ്ണുകളോടെ പറയുന്നു. അതോടൊപ്പം ആ പ്രതി പറഞ്ഞത്, ഒരിക്കലും തന്നെ എനിക്ക് നീയുമായിട്ട് ലൈംഗിക ബന്ധം ചെയ്യണമെന്ന അവസാന ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഒരു രാത്രി നിന്റെ ഒപ്പം കഴിയണമെന്ന് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നിന്റെ ഭർത്താവ് ഒരു നിരപരാധിയാണെന്ന് നീ അറിയണം എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നും തൻ്റെ ഭാര്യയോട് പറയുന്നു. ഇതൊക്കെയും തന്നെ അപ്പുറത്തെ മുറിയിലിരുന്ന് വോയിസ് റെക്കോർഡർ മൂലം കേട്ടിരുന്ന ജയിലറും അധികൃതരും ഞെട്ടിപ്പോവുന്നു. എങ്ങനെയെങ്കിലും അയാളെ രക്ഷിക്കണമെന്ന ബോധം ജയിലറിലേക്ക് വരുന്നു. നേരിട്ട് ജഡ്ജിനോട് കാര്യം പറയാൻ അധികാരമില്ലാതിരുന്ന ജയിലർ ഉടനെ തന്നെ ഈ വോയിസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇത് ട്രെൻഡ് ആവുന്നു. ഹാഷ്ടാഗുകൾ നൽകി അവനെ രക്ഷിക്കണമെന്ന രീതിയിൽ പ്രൊഫൈലുകൾ ഉയരുന്നു. അവസാനം ഇത് ജഡ്ജിന്റെ ചെവിയിലും എത്തുന്നു. വധശിക്ഷ സ്റ്റേ ചെയ്യുകയും ഉടനെ ശക്തമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതനുസരിച്ച് ഇവന്റെ സുഹൃത്തിനെ പിടികൂടുകയും അവനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അതിലൂടെ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സുഹൃത്ത് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നും. ഇവൻ വീണ്ടും റൂമിലെത്തിയത് അറിഞ്ഞ സുഹൃത്ത് ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് ഇവൻ കൊലപ്പെടുത്തിയെന്ന രീതിയിൽ പറയുകയായിരുന്നുവെന്നും അതനുസരിച്ച് പോലീസ് എത്തിയപ്പോൾ ആ പെൺകുട്ടിയെ മടിയിൽ കിടത്തി കൈകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്ന ആളെ കണ്ടതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ മുഴുവനും അദ്ദേഹത്തിന് എതിരായത് കൊണ്ട് തന്നെ അയാൾ പ്രതിയെന്ന രീതിയിൽ ഉറപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ തൂക്കുശിക്ഷ നൽകുകയുമായിരുന്നു ചെയ്തത്. എന്തു തന്നെയായാലും പ്രതിയുടെ കാര്യമായ നിരീക്ഷണം കാരണം ഒരു ജീവൻ തന്നെ രക്ഷപ്പെടുകയും യഥാർത്ഥ പ്രതിയെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫുൾ സ്റ്റോറി ഞാൻ പറയണമെന്ന രീതിയിൽ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചതായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് മാസ്റ്റർ പ്രഭു ടാൽക്ക് എന്ന യൂട്യൂബ് ചാനലിൽ ആ സാറ് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മുഴുവൻ വീഡിയോ ഇടാതെ അതിനെ തൽക്കാലം ഇത്രയും കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം അതിന് ഷോർട്സായി ഇടുകയും ചെയ്തത്. എന്തു തന്നെയായാലും മുഴുവനുമായും ആളുടെ പേരടക്കം കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ മാസ്റ്റർ പ്രഭു ടാൽക്ക് യൂട്യൂബ് ചാനൽ കാണാൻ മറക്കരുത്. സംഭവത്തെക്കുറിച്ച് എനിക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിച്ചത് നെരുതൻ ക്രൈം സ്റ്റോറി എന്ന തമിഴ് ചാനലിൽ നിന്നാണ്.